ഹലോ ഓൾ. 2020 യു കെ പാർലമെൻറ്റിൽ നടന്ന ഒരു കോൺവെർസേഷനിൽ യു കെയുടെ പ്രൈം മിനിസ്റ്ററാണോ ഹെൽത്ത് മിനിസ്റ്ററാണോ എനിക്കൊരു ഓർമ്മയില്ല, ആളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കോവിഡ് ടൈമിൽ യു കെ സർവൈവ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഇന്ത്യയിൽ നിന്നുള്ള മെഡിക്കൽ സ്റ്റാഫാണ്. ഏകദേശം 25,000ഓളം പേര് NHS വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ബോറിസ് ജോൺസണും അന്നത്തെ ഫോറിൻ സെക്രട്ടറിയുടെ ഒക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അത്രയും യു കെ ഹെൽത്ത് ഇൻഡസ്ട്രീനെ പിടിച്ചു നിർത്തുന്നത്, ഹെൽത്ത് ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള, എസ്പെഷ്യലി അതിൽ കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ സ്റ്റാഫാണ്. അതിൽ മെയിൻ വിഭാഗം എന്ന് പറയുന്നത് നഴ്സുമാരാണ്. ഇന്ന് നമ്മുടെ കൂടെ അൺമ്യൂട്ടഡ് ലൈഫിൽ സംസാരിക്കാൻ കൂടെ ഉള്ളത് 3 നഴ്സുമാരാണ്. അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ നേഴ്സിംഗ് ലൈഫിനെ കുറിച്ചും യു കെ ലൈഫിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോ 3 പേരെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. ആസ് യൂഷ്വൽ ഞാൻ നവീൻ തന്നെയാണ്. ആദ്യം ഇരിക്കുന്നത് ആഞ്ചലിൻ, ഇത് രേഷ്മ ചേച്ചി, ഇത് ആദർശ്. നമ്മൾ ആദ്യം മുന്നോട്ട് പോകുന്നത് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. യു കെ നേഴ്സിംഗ് ലൈഫ് നാട്ടിലെ നേഴ്സിംഗ് ജീവിതത്തേക്കാൾ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇന്ന് രാവിലെ ഞാൻ വായിച്ചൊരു ന്യൂസ് എന്ന് പറയുന്നത് നാട്ടിലെ നേഴ്സിംഗ് ഷിഫ്റ്റ് ഏകീകൃതമാക്കാൻ പോകുന്നതാണ്. അതായത് പകൽ 2 ഷിഫ്റ്റ്, രാത്രി ഒറ്റ ഷിഫ്റ്റ്. 6 മണിക്കൂർ 2 ഷിഫ്റ്റ് പകൽ, 12 മണിക്കൂർ ഒറ്റ ഷിഫ്റ്റ് രാത്രി എന്നുള്ള രീതിയിലേക്കൊക്കെ നാട്ടിലെ നേഴ്സിംഗ് ലൈഫ് ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. യു കെയിലെ നേഴ്സിംഗ് ലൈഫ് അതിന് രശ്മി ചേച്ചി തന്നെ യു കെയിലെ നേഴ്സിംഗ് ലൈഫ് ചേച്ചി നാട്ടിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നാണ് ചേച്ചിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഡിഫറെൻ്റ് ആണ് നാട്ടിൽ നിന്ന്? അത് ചേച്ചിനെ ഹാപ്പി ആക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എവിടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ നാട്ടിലായിരുന്നു ബെറ്റർ? അങ്ങനെ ആസ് എ വർക്ക് ലൈഫ്, അല്ലെങ്കിൽ സാലറി വെച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെയായിരിക്കും ബെറ്റർ എന്ന്. പക്ഷേ വർക്ക് ലൈഫ് വെച്ച് നോക്കുമ്പോൾ എന്താ ചേച്ചിക്ക് തോന്നാറ്? വർക്ക് ലൈഫ് പറയാൻ ഞാനൊരു 6 മന്ത് മാത്രമേ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതൊരു ട്രെയിനി ആയിട്ട് ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു 6 hour ഷിഫ്റ്റ് തന്നെ, രാവിലെ ലൈക്ക് മോർണിംഗ് ഈവനിങ് ഷിഫ്റ്റ്, നൈറ്റ് എടുത്തിട്ടില്ല. അവിടെ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് സെറ്റിംഗ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഡോക്ടേഴ്സ് നമ്മളോട് ലൈക്ക് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്, ഇവിടുത്തെ പോലെ തന്നെ ലൈക്ക് എല്ലാവരും ഒരു ടീം വർക്ക്, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഗവൺമെൻറ്റിൽ. പക്ഷേ ഞാൻ പഠിച്ച സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അവിടെ അങ്ങനെയല്ല. ലൈക്ക് ഒരു ഹൈറാർക്കി തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ഒട്ടും നഴ്സുമാരെ ഒരു റെസ്പെക്റ്റ് തരാത്ത രീതിയിൽ എനിക്ക് വലിയൊരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. ആ ഒരു മേജർ ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെയും ഇവിടെയും വർക്ക് കൾച്ചർ നോക്കുമ്പോൾ. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൊസിഷനിൽ ലൈക്ക് നേഴ്സ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും നമുക്ക് കിട്ടേണ്ട എല്ലാവർക്കും ലൈക്ക് എല്ലാവരും ഒരു ടീം മെമ്പർ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നഴ്സ് ഇവിടെ ഡോക്ടർ അവിടെ അങ്ങനെയില്ല. അതാണ് എനിക്കൊരു മേജർ ഡിഫറൻസ് ഇവിടെ ഡിഫറൻസ് ആയിട്ട് തോന്നിയേക്കുന്നത്. ആൻഡ് ആസ് എ നേഴ്സ് ഇവിടുത്തെ ലൈഫിൽ ചേച്ചി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാപ്പിനെസ് മൊമെന്റ്സ് ചേച്ചിക്ക് ഉണ്ടാവാറുണ്ട്? ചേച്ചി ED വർക്ക് ചെയ്യുന്നത്, ഞാൻ ചേച്ചിയുടെ സ്റ്റോറീസൊക്കെ ഞാൻ അല്ലാണ്ട് കേൾക്കാറുണ്ട്. ലൈക്ക് ചേച്ചി പറഞ്ഞ നമ്മുടെ കോൺവെർസേഷനിൽ ED കഥകളൊക്കെ വരാറുണ്ട്. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന പല ട്രസ്റ്റുകളിലും പലതിൻ്റെയും വാല്യൂസിൽ പറയുന്നത് പേഷ്യൻ്റ് കെയർ ഫസ്റ്റ് വെക്കുക, അല്ലെങ്കിൽ അവരെ ഹാപ്പി ആക്കുക, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ ഹാപ്പിയായി തിരിച്ചു പോവുക എന്നുള്ളതാണ്. പക്ഷേ NHS വർഷങ്ങളായിട്ടുള്ള പരാതികൾ, ടൈം ലൈനും വെയിറ്റിംഗ്. ED നമ്മളാണ് ഫ്രണ്ട്സിനോട് ED പോയിരിക്കുമ്പോൾ ഇരിക്കുന്ന ടൈം ലൈനൊക്കെ അറിയാവുന്നത്. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം ചേച്ചിക്ക് ഹാപ്പി ആവാൻ പറ്റാറുണ്ടോ നല്ലൊരു സർവീസ് കൊടുത്തു എന്ന രീതിയിൽ? ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അത് ഓരോ ഷിഫ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ഷിഫ്റ്റിൽ നമുക്ക് തോന്നും ലൈക്ക് അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ ചിലപ്പോൾ നമ്മളൊരു 9 hours 6 hours ഒക്കെ ഒരു പേഷ്യൻറ്റിനോട് മാത്രം സ്പെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പോൾ ആ വന്ന പേഷ്യൻ്റ് ആയിരിക്കില്ല ഒരു 6 hours അല്ലെങ്കിൽ ഒരു 9 hours കഴിയുമ്പോൾ നമ്മളോട് ഉണ്ടാവും, അവർ നല്ല ബെറ്റർ ആയിട്ടുണ്ടാവും. അങ്ങനത്തെ ഡേയ്സിൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ചില ഡേയ്സ് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് കഴിഞ്ഞല്ലോ എന്നൊരു സമാധാനത്തിൽ വരുന്ന ദിവസങ്ങളുണ്ട്. അത്രയും തിരക്ക് കൂടുമ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു 12 hour ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് കിട്ടി, അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രം കിട്ടുന്ന ദിവസമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ചില നഴ്സുമാരൊക്കെ ഇങ്ങനെ, ഞാൻ അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചിലരൊക്കെ ഇങ്ങനെ ക്ലോക്ക് നോക്കും, എത്ര മണിക്കൂറും കൂടെ ഉണ്ട് വീട്ടിൽ പോകാൻ, എത്ര മണിക്കൂറുണ്ട്. നമ്മുടെ അടുത്തൊന്നും പറയും 1 more hour to go 2 more hour to go എന്ന് പറയുന്ന രീതിയിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആഞ്ചലിൻ്റെ കേസിലേക്ക് വരുമ്പം, ആഞ്ചലിൻ കുറച്ചുകൂടി വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ നേഴ്സിംഗ്, ആഞ്ചലിൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടില്ല, ഇവിടെയാണ് നേഴ്സിംഗ് പഠിച്ചതും ഇവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതും. എങ്ങനെയുണ്ട് നേഴ്സിംഗ് ജീവിതം? ഇപ്പോൾ പുതിയ നേഴ്സാണ്, രശ്മിജി കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആണ്, പുതിയ നേഴ്സാണ്, ഒത്തിരി നാളായിട്ടില്ല. എനിക്ക് പേഴ്സണലി ഇങ്ങോട്ട് പഠിക്കാനായിട്ട് വന്നപ്പം എനിക്ക് ഇനീഷ്യലി നേഴ്സിംഗ് അത്ര ഇഷ്ടമല്ലായിരുന്നു. ലൈക്ക് നാട്ടിലത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് ഇവിടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും. ഞാൻ വിചാരിച്ചത് നാട്ടിലത്തേലൊക്കെ ഇട്ട് ഒത്തിരി എളുപ്പമായിരിക്കും, വേറൊരു രാജ്യത്ത് പഠിക്കുമ്പോൾ എന്നൊക്കെ ഞാൻ ഇനീഷ്യലി ചിന്തിച്ചായിരുന്നു. എനിക്ക് നാട്ടിലെ കുറേ സ്ട്രെസ്സും സ്ട്രഗിളൊക്കെ കുറേ ആൾക്കാരുടെ കേട്ടിട്ട് ഇവിടെ ഒന്നുകൂടി എളുപ്പമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് നല്ല സ്ട്രഗിളാണ് ഇനീഷ്യലി. ലൈക്ക് കൺട്രി ആയിട്ട് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ആൾക്കാരായിട്ട് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ലാംഗ്വേജ് നമ്മൾ പഠിച്ച ഇംഗ്ലീഷേ അല്ല ഇവിടെ എത്തിയപ്പോൾ ഉള്ള രീതിയിലൊക്കെ ആയി. പിന്നെ ഇനീഷ്യലി ലൈക്ക് ഉള്ള സ്ട്രഗിളൊക്കെ പയ്യെ മാറി ഒരു പോയിന്റിൽ ഡ്രോപ്പ് ഓഫ് ചെയ്യണമെന്നൊക്കെ തോന്നിയായിരുന്നു.
ഡ്രോപ്പ് ഓഫ് ചെയ്യണമെന്ന് തോന്നിയോ? ഞാൻ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് പരിപാടി പറ്റത്തില്ല. നഴ്സിംഗ് ആയതുകൊണ്ടാണോ അതോ നാട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണോ? എനിക്ക് നഴ്സിങ്ങിനോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഇനീഷ്യലി. അപ്പോൾ ചിലപ്പോൾ നഴ്സിംഗ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു സെറ്റിംഗ് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ വീട്ടിലൊക്കെ സംസാരിച്ചപ്പോൾ അവരും പറ്റുന്നില്ലെങ്കിൽ നിർത്തിക്കോളാന്നുള്ള രീതിയിൽ വന്നപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ എത്തി, ഒന്നുകൂടി നോക്കി നോക്കാമെന്ന് പറഞ്ഞു. അത് ഓരോ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തിൻ്റെ അനുസരിച്ചുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്ലേസ്മെൻറ്റ് ഭയങ്കര മോശമായിരുന്നു. അതിനുശേഷം എനിക്ക് കിട്ടിയ 1-2 നല്ല നല്ല പ്ലേസ്മെൻറ്റ്സ് ആണ് എനിക്ക് ഇപ്പോഴും മെമ്മറബിൾ ആയിട്ടൊക്കെ നഴ്സിംഗ് കണ്ടിന്യൂ ചെയ്യാമെന്ന് തോന്നിയ, എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നിയ കുറച്ച് പ്ലേസ്മെൻറ്റ്സ് എനിക്ക് കിട്ടിയായിരുന്നു. അതിനുശേഷം ഓക്കെ ഇത് പറ്റുന്ന പരിപാടിയാണെന്ന് പിന്നെ തോന്നി. പിന്നെ അത് ഇങ്ങനെ യൂസ്ഡ് ആയി. ഈ പറഞ്ഞ കേസ് ആപ്ലിക്കബിൾ ആണോ? ലൈക്ക് ചില ഷിഫ്റ്റിൽ ഹാപ്പി ആയ പേഷ്യൻസ് ഇപ്പം വാർഡിലായതുകൊണ്ട് തന്നെ പേഷ്യൻറ്റ് ലൈക്ക് ചിലപ്പം കുറച്ചും കൂടെ പേഷ്യൻസുമായിട്ട് കോൺടാക്ട് ഇല്ല. ഇപ്പോൾ കുറേ നാളായിട്ട് ഒരേ പേഷ്യൻറ്റിനെ കാണാൻ പറ്റുന്നതൊക്കെ ചിലപ്പോൾ ആഞ്ചലിനായിരിക്കും. ഈ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആൾക്കാർ ചിരിച്ചുകൊണ്ട് പോകുന്ന ഇതും കരഞ്ഞുകൊണ്ട് പോകുന്നതും കാണേണ്ടി വരുമായിരിക്കും ഒബ്വിയസ്ലി ഹോസ്പിറ്റൽ സെറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതല്ലെങ്കിൽ കൂടെ ഒരു വൈകിട്ട് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം ഐ ഡിഡ് സംതിങ് ഗുഡ് എന്നൊരു തോന്നൽ കിട്ടാറുണ്ടോ? അത് ചേച്ചി പറയുന്ന കാര്യത്തിൽ എനിക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാം. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു വാർഡ് സെറ്റിംഗ് ആണ്. അവിടെ ഹൈ കെയറും ബോർഡ് രണ്ടും മിക്സാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് കുറേ ന്യൂറോളജിക്കൽ പേഷ്യൻസാണ് വരുന്നത്. അപ്പോൾ അവർ ഒരു ട്രോമ കേസായിട്ട് ആദ്യം ചിലപ്പോൾ ഇനീഷ്യലി വരിക, അത് ചിലപ്പോൾ കിടപ്പായിട്ടായിരിക്കും വരുന്നത്, ഫുള്ളി ഒട്ടും കോൺഷ്യസ് ആയിരിക്കില്ല, ഒട്ടും അൺറെസ്പോൺസീവായിട്ട് പേഷ്യൻസ് വന്നിട്ട് ലാസ്റ്റ് പോകാൻ നേരത്ത് എണീറ്റ് നടന്ന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മുടെ കൈയൊക്കെ പിടിച്ച് ലൈക്ക് ഭയങ്കര റിവാർഡിങ്ങാണ് അങ്ങനെ കാണുമ്പോൾ. അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ കാണുമ്പോൾ. ഈ ഒരു സാറ്റിസ്ഫാക്ഷനെ പുറത്ത് ലൈഫ് കുറച്ചുകൂടെ ചില ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഇന്ന് കൊള്ളായിരുന്നു, ഓക്കെ ഇന്ന് നല്ല കുറേ മൊമെന്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ചില ഷിഫ്റ്റ് ഭയങ്കര മോശമായിരിക്കും. അത് നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ്. നമ്മൾ എത്ര നാൾ ട്രീറ്റ് ചെയ്താലും തിരിച്ച് നമുക്ക് അതിന് കിട്ടണമെന്നില്ല. അത് ഡിപ്പെൻസ് നമ്മൾ ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലിരിക്കും ഒരു ഷിഫ്റ്റ് എങ്ങനെ എൻഡ് ചെയ്യുന്നു എന്നുള്ളത്. അതാണ് ആഞ്ചലിൻ്റെ എക്സ്പീരിയൻസ്. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പം എനിക്ക് ആക്ച്വലി ആദർശനോട് ഭയങ്കര ലൈക്ക് ഞാൻ നാട്ടിലധികം മെയിൽ നേഴ്സുമാരെ കണ്ടിട്ടില്ല, പക്ഷേ ഇവിടെ ഒത്തിരി മെയിൽ നേഴ്സുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടിൽ എനിക്ക് നമ്പർ അറിയില്ല, സ്റ്റാറ്റ്സ് അറിയില്ല, പക്ഷേ സ്റ്റിൽ ഐ തിങ്ക് നാട്ടിലെ മെയിൽ നേഴ്സുമാരുടെ നമ്പർ ഭയങ്കര കുറവും. നാട്ടിലെ മെയിൽ നേഴ്സുമാർ ഭയങ്കര കുറവാണ്. ഇവിടെ പക്ഷേ ആ നമ്പർ അത്യാവശ്യം നല്ല നമ്പറും ഉണ്ട്. എനിക്ക് തോന്നുന്നു മലയാളികൾ മെയിൽ നേഴ്സുമാർ മിക്കവരും പുറത്ത് വർക്ക് ചെയ്യുന്നു. കാരണം എനിക്ക് ഇപ്പോൾ റീസെൻ്റ് ഇന്ന് വീട്ടിൽ നടന്നൊരു കോൺവെർസേഷനിൽ പോലും അറിയാവുന്ന ഒരു ചേട്ടൻ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ഓഫീസ് മാനേജറാണ്, ലൈക്ക് നേഴ്സിൽ ഹയർ പോസ്റ്റിലേക്കൊക്കെ പോകുന്ന രീതിയിൽ മലയാളികളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം മെയിൽ നേഴ്സ് ആദർശിൻ്റെ അതിന് എനിക്ക് അറിയാൻ പറ്റുന്നത് ആസ് എ മെയിൽ നേഴ്സ് UK ലൈഫ് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ആസ് എ നേഴ്സ് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളത്. മെയിൽ നേഴ്സ് ഫീമെയിൽ നേഴ്സ് ഒന്നുമില്ല UK പിന്നെ ഞാൻ നാട്ടിൽ പഠിക്കാത്തതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി അറിയത്തുമില്ല. എങ്ങനെയാണ് നാട്ടിലെ പഠന രീതി, നാട്ടിലെ വർക്കിംഗ് കൾച്ചർ എങ്ങനെയാണെന്ന് അറിയത്തുന്നില്ല. പക്ഷെ പറഞ്ഞ് കേട്ടെടുത്തോളം നാട്ടിലെ മെയിൽ നേഴ്സുമാർ പൊതുവെ കുറവാണ്. പിന്നെ നാട്ടിലെ ഒരു പാറ്റേണേ അല്ല ഇവിടെ. അതായത് ഇപ്പം വർക്ക് ലൈഫ് ആണെങ്കിലും ഇപ്പം നാട്ടിൽ 10-15ഓളം പേഷ്യൻറ്റിനൊക്കെ ഒരാൾക്ക് കിട്ടുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ, അപ്പം കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ പോയപ്പോൾ അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ഞാൻ നാട്ടിൽ പോയി. അവിടെ പോയി 2 നേഴ്സുമാരേ ഉള്ളൂ കാഷ്വാലിറ്റി. നമ്മുടെ ഇവിടുത്തെ പോലെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമല്ലോ അവിടെ. കാഷ്വാലിറ്റിയിലേക്ക് ചുമ്മാ കയറി വരാമല്ലോ. 2 നേഴ്സുമാർ ഒരു നൈറ്റ് ഫുള്ള് 10-15 പേഷ്യൻസിനെ വെച്ച് മാനേജ് ചെയ്യും. അതായത് ഫുൾ അവരുടെ എല്ലാ കാര്യങ്ങളും വരുന്നു, ECG മുതൽ ചിലപ്പോൾ ഓക്സിജനൊക്കെ വേണ്ട കുറേ പേഷ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഞാൻ കാഷ്വാലിറ്റി കണ്ടപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇല്ല ഇവിടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സപ്പോർട്ട് വേണമെങ്കിൽ സപ്പോർട്ടിന് ആളുണ്ട്. ഇപ്പോൾ നമുക്കൊരു മാക്സിമം 6 to 7 പേഷ്യൻസ് വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് പേഷ്യൻസ് വരത്തുള്ളൂ. അതായത് മാക്സിമം 6 പേഷ്യൻസ്. എനിക്ക് 6 പേഷ്യൻസ്. ഞാൻ വർക്ക് ചെയ്യുന്ന വാർഡിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വാർഡ് ബേസ്ഡ്, പക്ഷേ എമർജൻസിയുടെ സ്റ്റെപ്പ് ഡൗൺ, എമർജൻസിയിൽ നിന്ന് വരുന്നു പേഷ്യൻസ് വരുന്നു, ഇനിഷ്യൽ അസസ്മെൻറ്റ് കഴിഞ്ഞ് സ്റ്റെപ്പ് ഡൗൺ അല്ലെ മെഡിക്കൽ വാർഡാണ്. അതുകൊണ്ട് മെഡിക്കൽ പേഷ്യൻസും വേറെ ഉണ്ട്. അപ്പം വർക്ക് ലൈഫിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നവീൻ മുമ്പ് ചോദിച്ചു എങ്ങനെയുണ്ട്, സ്ട്രെസ്ഡ് ആണോ, വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. അതായത് ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു അസസ്മെൻറ്റ് ഏരിയ ആയിരുന്നു. അപ്പോൾ ബേസിക്കലി വരുന്നതെന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഓരോ കൺസേൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ബേസിക്കലി എന്താണ് അവർ വന്ന് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് ബ്ലഡ്സ് എടുക്കുക, ക്യാനൽ എടുക്കുക, ECG എടുക്കുക, അങ്ങനത്തെ പരിപാടികൾ ചെയ്യുക. അപ്പം എനിക്ക് ഇന്നലെ 15 പേഷ്യൻ്റ് വന്നു. പക്ഷേ എനിക്ക് ആ ഫാസ്റ്റ് പേസ്ഡ് ഇഷ്ടമാണ്. മനസ്സിലായി? ആ ഒരു എൻവയോൺമെൻറ്റ് ഇഷ്ടം. ഒന്നുമില്ല, നമ്മൾ ബേസിക്കലി വേറെ ഒരുപാടൊന്നും ചെയ്യുന്നില്ല. വരുന്നു, അസസ്മെൻറ്റ് ചെയ്യുന്നു, ബേസിക് അസസ്മെൻറ്റ്, ബ്ലഡ്സ്, ക്യാനൽ, ECG, ഒപ്സ്, അതായത് ബ്ലഡ് പ്രഷർ, അങ്ങനത്തെ കാര്യങ്ങൾ. അത് ചെയ്ത് 10-15 പേഷ്യൻ്റ് ഞാൻ ഒറ്റയ്ക്ക് ഇന്നലെ ട്രൈ ചെയ്തു. പക്ഷേ ഞാൻ ഇന്നലെ നൈറ്റ് ഹാൻഡ് ഓവർ കൊടുത്ത പേഷ്യൻ്റ് അവൾ ഒരു 7 പേരുണ്ടായിരുന്നു. ഞാൻ പോകുന്നിടത്ത് ഞാൻ ഈ 7 പേരുടെ പകുതി കാര്യങ്ങൾ ചെയ്തു, ബാക്കി കുറച്ച് കാര്യങ്ങൾ അവൾക്ക് പെൻഡിങ് വെച്ചു. അതായത് എല്ലാം കൂടെ ഓടി എത്തത്തില്ല. അവസാനം ഈ പ്രശ്നം എന്ന് വെച്ചാൽ വൈകിട്ടാണ് ഈ തിരക്ക് വരുന്നത്. അപ്പം
അവളോട് ഞാൻ പറഞ്ഞു, അവൾ ഇത് 7 പേരും ഉണ്ടെന്ന് പറഞ്ഞാൽ അവളുടെ മുഖമൊക്കെ അങ്ങ് മാറി. എനിക്കിപ്പോൾ വീട്ടിൽ പോകണം. അവൾ ഇന്നലെ എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഈ പണി നിർത്തുക, എനിക്ക് മാർക്കറ്റിംഗ് ചെയ്യണം, എൻ്റെ കൂട്ടുകാരെല്ലാം മാർക്കറ്റിങ്ങിലാണെന്ന് പറഞ്ഞാൽ ആ ഒരു സീനിലാണ് അവൾ പണിക്ക് വരുന്നത് തന്നെ. അത് ഡിപ്പെൻസ് ഓൺ ദ മൈൻഡ് സെറ്റ്. വർക്ക് ലൈഫ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതുണ്ട്. മീൻസ് സ്ട്രെസ് ഡേയ്സ് ഉണ്ട്. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ സന്തോഷം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ രശ്മി വർക്ക് ചെയ്യുന്നിടത്തോ അങ്ങനെ വളരെ ചുരുക്കമാണ് നമുക്കൊരു പേഷ്യൻ്റ് ഔട്ട്കം കാണാൻ പറ്റുന്നത്. നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ അസസ്മെൻറ്റ് ഇപ്പോൾ ഈ 15 പേഷ്യൻ്റ് ഞാൻ ഒരു മണിക്കൂർ കൂടുതലൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഈ 15 പേഷ്യൻ്റ് ഞാൻ കണ്ടു, സംസാരിച്ചു, കാര്യങ്ങൾ വർത്താനം പറഞ്ഞു എന്നല്ലാതെ അവരത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളവരുടെ കയ്യിലേക്ക് പോവുക. അപ്പോൾ അവർ അൺവെൽ ആകുന്നുണ്ടോ, അവർ ബെറ്റർ ആകുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ കാര്യം. പിന്നെ ചില ദിവസങ്ങൾ വരും എനിക്ക് പലപ്പോഴും നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ചിലവരൊക്കെ ഇങ്ങനെ ഇപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്നു. ED ബേസ്ഡ് ആയതുകൊണ്ട് ചിലരൊക്കെ ചിലപ്പോൾ വേറെ കോൺഫറൻസിനൊക്കെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അൺവെല്ലായിട്ട് ഇവിടെ ചിലപ്പോൾ അങ്ങ് ദൂരെ നോർത്തിലൊക്കെ ആയിരിക്കും, അല്ല സ്കോട്ട്ലൻഡിൽ നിന്നൊക്കെ ട്രിപ്പ് വന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ പരമാവധി നേരത്തെ വീട്ടിൽ വിടാനൊക്കെ ഒരു പേഷ്യൻ്റ് എക്സ് എന്ന് പറയുന്നൊരു പുള്ളി, എക്സ് എന്ന് ഞാൻ പറയുന്നു, പുള്ളി എവിടുന്നോ ഇവിടെ എന്തോ കോൺട്രാക്ട് പണിക്ക് വന്നാൽ പുള്ളി വന്നിട്ട് പുള്ളിക്ക് എന്തോ പെട്ടെന്ന് അൺവെല്ലായി. പുള്ളി ഡയബറ്റിക് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് പുള്ളിയുടെ പമ്പ് നിന്നുപോയി. പുള്ളിക്ക് ഡയബറ്റിക് ഇൻസുലിൻ പമ്പുണ്ട്. അത് നിന്ന് പോയിട്ട് പുള്ളിക്ക് ഇവിടെ കയറേണ്ടി വന്നു. പുള്ളിയുടെ കൂടെ വന്ന കൂട്ടുകാരെല്ലാം കോൺട്രാക്ട് വർക്കേഴ്സാണ്. അവരൊക്കെ തിരിച്ചു പോകുന്ന ഒരു ദിവസം രാവിലെ അവർക്ക് 10 മണിക്ക് പോകണം. അവരുടെ പണി കളയാൻ പറ്റത്തില്ല, ഇവനിനാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ രാവിലെ തൊട്ട് ഓട്ടം. ഞാൻ ഷിഫ്റ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് ഈ പുള്ളീനെ എങ്ങനെയും വീട്ടിൽ വിടാനായിട്ട് മരുന്നുകൾ കൊടുത്തു വിടാനോ അല്ല ഇപ്പോൾ ഡോക്ടേഴ്സിനെ വിളിച്ച് ഇത് പുള്ളിക്ക് ഇന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ വേറൊരു പേഷ്യൻ്റ് ഇങ്ങനെ വിട്ടപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ എനിക്ക് വൈകിട്ടല്ല പിറ്റേന്നാന്ന് തോന്നുന്നു, എനിക്ക് ഇമെയിൽ വന്നു. പുള്ളി നമ്മുടെ ഇപ്പം നമ്മുടെ വാർഡിൻ്റെ സീനിയേഴ്സിന് മെയിൽ അയച്ചു, ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു പയ്യൻ ഇങ്ങനെ പരമാവധി ഹെൽപ്പ് ചെയ്തു പെട്ടെന്ന് തന്നെ വീട്ടിൽ വിടാനായിട്ട്. അപ്പം അതൊക്കെയാണ് ഭയങ്കര സന്തോഷം. ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. എല്ലാവരും NHSനെ ലൈക്ക് റെയിലെ കുറ്റം പറയുന്ന ഒരു ഏരിയ വർക്ക് ഏരിയ എന്ന് പറയുന്നത് ED ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് പോകാൻ പറ്റുന്നില്ല, പെട്ടെന്ന് തന്നെ ആരും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു നമുക്ക് മാക്സിമം എപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട് ഉറപ്പായിട്ട്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് കിട്ടത്തില്ലാത്ത അവസരം. ഇപ്പം അവരും തെറ്റ് പറയാൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിൽ അവർക്ക് നമ്മളെക്കാളും പേഷ്യൻ്റ് ഇപ്പം ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളാണ് ചൊവ്വ, വ്യാഴം ദിവസങ്ങൾ. അന്നൊക്കെ വരുന്ന ഒരു ഡോക്ടർ തന്നെ ഞാൻ ഇന്നലെ 15 പേരെ കണ്ടുപോലെ ഡോക്ടറിൻ്റെ അസസ്മെൻറ്റ് നമ്മളെക്കാളും കുറച്ചും കൂടെ കൂടുതലാണ്. അവർ ഇതൊന്നും ചെയ്യുന്നില്ല പോലെ അവർ എല്ലാം നോക്കണം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ആകുമ്പം അതിൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്തിട്ട് വേണം കാര്യങ്ങളൊക്കെ, മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും അങ്ങനെ പല കാര്യങ്ങൾ. പക്ഷേ അവർക്കും ഇതേപോലെ എന്നെക്കാളും അത്രയും പേഷ്യൻ്റ് ലോഡുണ്ട്. അവർക്കും ഇങ്ങനെ പെൻഡിങ് കിടക്കും. അപ്പോൾ അവർക്ക് ഇതിനിടയ്ക്ക് വേറെ നമ്മളൊരു ആളുടെ കേസ് പറഞ്ഞു വിളിക്കും, അവർക്ക് നേരമില്ല. അതാണ് പ്രശ്നം. ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഞാൻ എൻ്റെ കരിയർ ചൂസ് ചെയ്തത് ഭയങ്കര റാൻഡം ആയിട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഇൻസിഡൻ്റ് പുറത്താണ്. നേഴ്സിംഗ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു? ഇപ്പം പേഴ്സണലി എൻ്റെ കാര്യം പറയാനുള്ളത് ഞാൻ ഒപ്പണായി പറയാം. എൻ്റെ അമ്മ നേഴ്സാണ്. അമ്മ ബാക്കിയോട് പറയാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ മക്കളെ ഒരിക്കലും ഞാൻ നേഴ്സിംഗിന് വിടില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒന്നും ഫാമിലി നേഴ്സ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്, നിങ്ങളൊന്നും ഫാമിലി നേഴ്സ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്. എന്തുകൊണ്ട് നേഴ്സിംഗ് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ രശ്മി ചേച്ചി എന്ത് പറയും? ഞാൻ വന്ന് പെട്ടതാ, സർവീസ് അങ്ങനെയൊന്നുമല്ല. എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു. ലൈക്ക് 12th കഴിഞ്ഞ് ഞാൻ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോയി. പക്ഷേ എനിക്ക് ഹോം സിക്നെസ് ഞാൻ തിരിച്ചു വന്നു. ഇല്ല, ഞാൻ 1 year ഞാൻ വീട്ടിലിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞു നഴ്സിങ്ങിന് പോകാൻ. അപ്പം ഞാൻ പറഞ്ഞു പോവാം. അങ്ങനെ ചൂസ് ചെയ്തതാണ് നഴ്സിംഗ്. പക്ഷേ അതിൽ ചെന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ഇവിടെ വന്നിട്ടാന്ന് വേണേൽ പറയാം. പക്ഷെ നാട്ടിൽ നിന്നപ്പോഴൊന്നും എനിക്ക് നാട്ടിലെ സ്റ്റുഡൻറ്റ് ലൈഫ് ഹോസ്റ്റലൊരു കോൺവെൻറ്റ് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു കോളേജാണ്. അപ്പോൾ അവരുടെ കുറേ മെൻ്റൽ ടോർച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. സിസ്റ്റേഴ്സ് മാത്രമല്ല, ട്യൂട്ടേഴ്സും അങ്ങനെയൊക്കെ തന്നെയാണ് കുറേ പേരൊക്കെ. അപ്പോൾ ഈ ഡ്രോപ്പ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതുപോലെയൊക്കെ തോന്നും. എനിക്ക് തോന്നുന്നു മിക്ക നഴ്സുമാരുടെയും സ്റ്റുഡൻറ്റ് ലൈഫിൽ അറ്റ് എ പോയിൻ്റ് അവർക്ക് തോന്നുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അത്രയും ലോഡായിരിക്കും, ഇത്രയും എഴുതാനും പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി, അങ്ങനെ കുറേ സംഭവങ്ങൾ, ഒരുപാട് പഠിക്കാനും, അസൈൻമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട്. അതൊക്കെ എല്ലായിടത്തും മീൻസ് നഴ്സിംഗിൽ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഹാഫ് ഡേ നമ്മൾ മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വരെ പ്രാക്ടിക്കലിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ വന്നിരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്.
അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് കൂടുതൽ നഴ്സിംഗ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ഇപ്പൊ അത് ഭയങ്കര ഇഷ്ടമായി. അതിന്റെ ഇപ്പോൾ അതിനൊക്കെ മീൻസ് കരിയർ പ്രോഗ്രഷൻ ചെയ്യണം എന്ന് ഇപ്പം നല്ല ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. അങ്ങനെ വന്നു പെട്ടാണ് നഴ്സിംഗ്. ആഞ്ചലിന്റെ കേസിൽ ആഞ്ചലിൻ UK വരാൻ വേണ്ടി നഴ്സിംഗ് എടുത്തതാണോ, നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി UK വന്നതാണോ? അങ്ങനെ വെച്ചാൽ രണ്ടും വേണമെങ്കിൽ പറയാം. എനിക്ക് ലൈഫിൽ ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് നഴ്സിംഗ് ആയിരുന്നു. ഞാൻ കുഞ്ഞിലെ തൊട്ടേ പറയാതാ ഞാൻ നഴ്സ് ആവത്തില്ല, പക്ഷേ ഞാൻ നഴ്സായി അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, എനിക്കിഷ്ടമായിരുന്നു നഴ്സിംഗ് പഠിക്കാനായിട്ട്. പിന്നെ നഴ്സിംഗ് സെലക്ട് ചെയ്തപ്പം എനിക്ക് മെഡിക്കലി എനിക്ക് ബയോളജി റിലേറ്റഡ് എന്ത് പഠിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ലൈക്ക് സയൻസ് എനിക്ക് ഇഷ്ടമായിരുന്നു ജനറലി. എനിക്കപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കോഴ്സ് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം, പാരാമെഡിക്സ് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും. അപ്പോൾ നാട്ടിൽ നിന്ന് എനിക്ക് പുറത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞിലോട്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ സ്കോപ്പുള്ള നഴ്സിങ്ങിലാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് പ്രഷറായി, ഓക്കെ നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ പുറത്ത് പോയാൽ മതി. കാരണം അവർ പറയുന്നതിലും കാര്യമുണ്ട്, അവർക്ക് ജോലി ഇല്ലാണ്ട് എൻ്റെ പേര് നാട്ടിലോട്ട് വരുന്നതിലും ബെറ്ററാണ്. അവരത്ര ആലോചിച്ചോളൂ. അങ്ങനെ കുറച്ച് അല്ല ഫാമിലിയിൽ നഴ്സിംഗ് ഹിസ്റ്ററി ഒന്നുമില്ല ഉണ്ട്. ഫാമിലിയിൽ നഴ്സിംഗ് ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് എപ്പോഴും പറയായിരുന്നു, എൻ്റെ അമ്മയുടെ അനീത്തി പറയായിരുന്നു പോരുത് എന്ന് പറയായിരുന്നു. കാരണം അമ്മയുടെ അനീത്തിക്ക് ഭയങ്കര എന്നാ എക്സ്പീരിയൻസ് ഉണ്ടായേക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നേരെ തിരിച്ച. കാരണം ഞാൻ ഇപ്പം നഴ്സായി ഇവിടെ വന്ന് നമ്മളിപ്പോൾ ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫാമിലിയിൽ നിന്ന് കുറേ പേര് ഇപ്പം നഴ്സിങ്ങിന് പോകുന്നത്. അത് ചേച്ചിയുടെ മോട്ടിവേഷൻ കൊണ്ടാണോ? മോട്ടിവേഷൻ കൊണ്ടാണ്. എൻ്റെ അമ്മയുടെ ഫാമിലിയിലെല്ലാം കുറേ പേര് അങ്ങനെ നേഴ്സുമാരായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ മുതൽ എൻ്റെ ചേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പുഷ് ചെയ്തേക്കുന്നത് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഒന്നെങ്കിൽ മറ്റേ ഇത് കൂട്ട് റേഡിയോഗ്രാഫർ, ആസോട്ടോഫ്, അല്ലെങ്കിൽ നഴ്സസ്, അങ്ങനെ എല്ലാവരും അതാണ് സേഫ് ആണെന്നൊക്കെ. പക്ഷേ എൻ്റെ ഫാമിലി എനിക്ക് തോന്നുന്നത് ഞാൻ മാത്രം നഴ്സിങ്ങിനെ പറ്റിയിട്ട് കുറച്ചേലും ബെറ്റർ ആയിട്ട്. പപ്പയുടെ സൈഡിലും കുറേ നഴ്സുമാരുണ്ട്, അവരൊക്കെ പുറത്ത് വർക്ക് ചെയ്യുന്നത്, അവരൊക്കെ ഓക്കെയാണ്. പപ്പയുടെ സൈഡിലാണെങ്കിൽ പപ്പയ്ക്കും കൈൻഡ് ഓഫ് ഓക്കെ ആയിരുന്നു, വേണമെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് പഠിച്ചോളുന്ന രീതിയായിരുന്നു. പിന്നെ സ്കോപ്പ് നോക്കിയപ്പോൾ ഇവിടേക്ക് വന്നു. പറഞ്ഞു ഇനീഷ്യലി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നഴ്സിംഗ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയായിരുന്നു. ഒരു പോയിന്റിൽ നമ്മൾ ചെയ്ത് പഠിച്ച് കുറേ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓക്കെ നമുക്ക് ഓരോ ടാസ്ക് ഫിനിഷ് ഓഫ് ചെയ്യുമ്പോൾ നമുക്കൊരു കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇതൊക്കെ കേപ്പബിൾ ആണല്ലോ ചെയ്യാൻ, നമ്മളെ കൊണ്ട് അത് ഓക്കെ പെട്ടെന്ന് ലൈക്ക് പേഷ്യൻ്റ് എന്തെങ്കിലും വരുമ്പോൾ ഡിറ്റോറേഷനൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറ്റ് എൻഡ് ഓഫ് ദ ഷിഫ്റ്റ് നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചല്ലേ അങ്ങനെ കഴിവുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും എൻ്റെ അടുത്ത് നഴ്സിംഗ് എടുക്കണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും കഷ്ടപ്പാടുണ്ട്, പക്ഷെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എടുത്തോളാൻ പറയും. ആദർശന്റെ കേസിലും കാശുണ്ടാക്കാൻ വേണ്ടി വന്ന പുറത്ത് വരണമായിരുന്നു. പുറത്ത് വരുന്നതായിരുന്നു കാശുണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നി. നാട്ടിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പം ആദ്യം ഞാൻ പറഞ്ഞ പോലെ മെഡിക്കലിൽ പോകണം തന്നെയായിരുന്നു. കാരണം ഫാമിലിയിൽ ഫുള്ള് അറിയാം മെഡിക്കൽ ഉണ്ടെങ്കിലും സ്കോപ്പ് ഉള്ളത്. അപ്പോൾ വീട്ടുകാരെന്താണ് മെഡിക്കൽ വിടത്തുള്ളൂ. ഞാൻ നോക്കിയപ്പം പുറത്ത് പോകണമെന്നായിരുന്നു. അപ്പോൾ പുറത്ത് പോയി പെട്ടെന്ന് കാശുണ്ടാക്കാനോ ഓർത്ത്. അപ്പോൾ നോക്കിയപ്പോൾ നഴ്സിംഗ് ആണ്. അപ്പോൾ നോക്കിയപ്പോൾ 19 ലക്ഷം രൂപയാവും പഠിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ നാട്ടിൽ മറ്റേ മെഡിസിൻ പോയാലോ എന്നൊരു ചിന്ത വന്നു. ആ ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നോക്കി മറ്റേ നീറ്റ് അവസാനം എൻട്രൻസ് അത് കിട്ടത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ MBBS മാത്രമല്ല, അത് കഴിഞ്ഞ് MD എടുത്ത് ചെയ്ത് ഒരു 8-10 കൊല്ലം ഒരു നല്ലൊരു അത്യാവശ്യം സ്റ്റാർട്ടിങ് ഒരു അറിയാവുന്നൊരു ഡോക്ടറാണ് 10 കൊല്ലം എടുക്കും. ഞാൻ അപ്പോൾ നോക്കിയാൽ 3 കൊല്ലം ഉള്ളൂ. പൈസ 50 ലക്ഷം രൂപ. ശരി, 50 ലക്ഷം രൂപ നാട്ടിൽ 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപയൊക്കെ പഠിക്കാവുന്ന സാധനം നോക്കുമ്പോൾ 50 ലക്ഷം മുടക്കിയാലും നേരെ ഡയറക്റ്റ് ജോലിയിലേക്ക് വരാം. അതുകൊണ്ട് എടുത്താ അങ്ങനെ നഴ്സിംഗിലേക്ക് എന്ന് വെച്ചാൽ താല്പര്യം കുറവില്ല, താല്പര്യം കൂടുതലുമില്ല. ലൈക്ക് അങ്ങനെ ഒരു മസ്റ്റ് ഒന്നും ഇല്ല, അതങ്ങ് എൻജോയ് ചെയ്ത് പോകുന്നു. ഇതൊരു ഹോണസ്റ്റ് ഉത്തരമാണ്. ലൈക്ക് എല്ലാവരും പറയും എനിക്ക് ഭയങ്കര പേഷ്യൻ സർവീസ് എന്നൊക്കെയാണ്. പക്ഷേ ബേസിക്കലി പുറത്ത് വരുന്നത് നമ്മൾ ഫാമിലിനെ സെറ്റിൽ ആക്കണം, ഫിനാൻഷ്യലി നമ്മളൊന്ന് സ്റ്റേബിൾ ആവണം. എല്ലാവരും ഇവിടെ എസ്പെഷ്യലി ഇവിടെ വരുന്നവരൊക്കെ പറയാറുണ്ട് ലൈക്ക് നമ്മളിങ്ങനെ അങ്ങോട്ട് കളിയാക്കും ലൈക്ക് പണിയെടുക്കുന്നവരൊക്കെ എക്സ്ട്രാ ഷിഫ്റ്റ് എടുത്ത് പണിയെടുക്കുന്നത്. ബേസിക്കലി നമ്മുടെയൊക്കെ ആഗ്രഹം കുറച്ച് എക്സ്ട്രാ ഷിഫ്റ്റ് എടുത്ത് പണിയെടുത്തിട്ടാണെങ്കിലും എക്സ്ട്രാ പൈസ ഉണ്ടാക്കി ഫാമിലി ഒന്ന് സെക്യൂർ ചെയ്യുക, ഫ്യൂച്ചർ ഒന്ന് സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ്. അത് ഹോണസ്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ട് എനിക്ക് തോന്നി. ഇനി ഈ എക്സ്ട്രാ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഷിഫ്റ്റ് പാറ്റേണിൻ്റെ വെച്ചൊരു ഡൗട്ട് എനിക്ക് എപ്പോഴും ഉള്ളത്, കഴിഞ്ഞ പോഡ്കാസ്റ്റ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം ഫാമിലി ഇപ്പം രശ്മിയുടെ കാലിൽ ചേച്ചിക്ക് ഹസ്ബൻഡും കൊച്ചു ഇപ്പോൾ ഉണ്ട്. ചേച്ചി ഇപ്പം ന്യൂ മദറാണ്, ന്യൂ ബോൺ ബേബിയൊക്കെ ഉള്ള ആളാണ്. എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം നമ്മുടെ കേസിൽ വെച്ചാൽ വീട്ടിലേക്ക് വിളിക്കാൻ ടൈമിങ്ങിൻ്റെ ഡിഫറൻസ്, വീട്ടിലേക്ക് വിളിക്കുക, വീട്ടുകാരെ വിളിക്കുക. ഇപ്പോൾ ഒന്ന് ഫോൺ കോൾ ചെയ്യാൻ പറ്റായിരുന്നതിന് ചിലപ്പോൾ ചിലക്കൊക്കെ വിഷമമാവും. ആ ഒരു ബാലൻസ്, വീട്ടിലെ ബാലൻസ്, നമ്മുടെ നമുക്കൊരു പേഴ്സണൽ ടൈം, ജോലിയുടെ സ്ട്രെസ് ഉണ്ടാവും, എസ്പെഷ്യലി നേഴ്സിംഗ്. ഇവിടെ ഓപ്പൺ പലപ്പോഴും നിങ്ങളുടെയൊക്കെ കേസിൽ സ്ട്രെയിറ്റ് റേസിസം ഒക്കെ ഫീൽ ചെയ്യേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട സമയമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും.
അതിനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്? ഇപ്പം എൻ്റെ കാലം ഇപ്പോൾ എനിക്ക് മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യണം. മൺഡേ ടു ഫ്രൈഡേക്ക് ഇടയിൽ 8 to 4 ഞാൻ വർക്ക് ചെയ്യുമ്പം എനിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കുറച്ചുകൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ വിളിക്കാനാണെങ്കിലും ഈവനിങ്സ് ഒക്കെ എനിക്ക് കിട്ടാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു 12 hour ഷിഫ്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രേക്ക് പോലും കിട്ടാത്ത ഷിഫ്റ്റിലുണ്ടാവും. ആ ഒരു ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ ബാലൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാടിനെ മിസ് ചെയ്യുമ്പം എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഭയങ്കര ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ പുറത്ത് വരുന്ന എല്ലാവരുടെയും ഒരു മെയിൻ പ്രശ്നം എങ്ങനെയാണ് നാട്ടിനെ മിസ് ചെയ്യുന്ന ഒരു ഹോം സിക്നസ് ചേച്ചി പറഞ്ഞ പോലെ മാനേജ് ചെയ്യാന്നുള്ളതായിരിക്കും. അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റാറ്? ഞാൻ ഓഫ് ഡേയ്സിൽ മാത്രമേ വീട്ടിൽ വിളിക്കാറുള്ളൂ. പിന്നെ എനിക്ക് ഇപ്പോൾ അത്ര അങ്ങനെ ഹോം സിക്നെസ് ഫീൽ ചെയ്യാറില്ല. എനിക്ക് ഓഫ് ഡേയ്സിൽ മാത്രമേ ഞാൻ അവർ വിളിക്കാറുള്ളൂ. അവരതിൽ ഓക്കെയാണ്. പണിയാണ് അതവർക്ക് മനസ്സിലാവുന്നുണ്ട്. മീൻസ് ഇവിടെ രാവിലെ പോയി രാത്രി വരുന്ന സ്ഥലത്ത് അവർ വിളിക്കുമ്പോഴത്തേനും അവർ ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാ ഓഫ് ഡേയ്സിലാണ് അവരെ വിളിക്കുന്നത്. പിന്നെ വർക്ക്, പേഴ്സണൽ ലൈഫ് ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട്, എക്സ്ട്രീംലി സപ്പോർട്ടീവ് ആയതുകൊണ്ട് അത് നന്നായിട്ട് മാനേജ് ചെയ്യും. അതുകൊണ്ട് അത് നന്നായിട്ട് മാനേജ് ചെയ്ത് പോകും. പിന്നെ നാട് എനിക്ക് മിസ് ചെയ്യുന്നില്ല. ടു ബി ഓണസ്റ്റ്, എനിക്ക് മിസ് ചെയ്യാറേ ഇല്ല. പിന്നെ എനിക്ക് മിസ് ചെയ്തു, ലൈക്ക് മെറ്റേണിറ്റി ലീവിന് ഞാൻ നാട്ടിൽ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ലോൺലി ഫീലായിരുന്നു. കാരണം അത്രയും നാൾ എല്ലാവരും ഇങ്ങനെ സറൗണ്ട് ചെയ്ത് നിന്നിട്ട് പെട്ടെന്ന് ഇവിടെ തിരിച്ചു വന്നു. അപ്പോൾ ഭയങ്കര ഒരു ലോൺലി ഫീലായിരുന്നു. അല്ലാണ്ട് പിന്നെ അങ്ങ് യൂസ്ഡ് ആയി. പിന്നെ എനിക്കങ്ങനെ ഹോം സിക്നസ് ഇപ്പോൾ തോന്നാറില്ല. നാട് മിസ് ചെയ്യില്ല. ഞാൻ എനിക്ക് ചേച്ചിയുടെ ബേബി ഷവർ ഇപ്പോൾ ഓർമ്മ വീട്ടുകാരെയും അവരുടെ മൊമെന്റ്സ് മിസ് ചെയ്യാറുണ്ടോ? ലൈക്ക് ഇപ്പം ചില കല്യാണങ്ങൾ കൂടാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചില ഫംഗ്ഷൻസ് കൂടാൻ പറ്റുന്നുണ്ടല്ല, ഉത്സവങ്ങൾ, ചേച്ചിയുടെ അതിലൊക്കെ ഉത്സവങ്ങൾ കൂടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മിസ്സിംഗ് ഒന്നും അങ്ങനെ വരാറില്ല? എൻ്റെ ഫാമിലി മെമ്പേഴ്സായിട്ട് ഞാൻ അത്ര അറ്റാച്ച്ഡ് അല്ല. അച്ഛനും അമ്മയും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള, ലൈക്ക് എൻ്റെ അച്ഛനമ്മ, ചേട്ടൻ, അല്ല പിന്നെ എൻ്റെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പേര്. അവരല്ലാണ്ട് ബാക്കിയുള്ള റിലേറ്റീവ്സ് ആയിട്ടൊന്നും ഞാൻ വലിയ കോണ്ടാക്ട് വെക്കാറില്ല. കെട്ടിയവന് കൊച്ചും കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ വീണ്ടും ഷിഫ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. സെപ്റ്റംബർ മുതൽ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് മെമ്മറി ഇഷ്യൂസ് ഉണ്ട്, പോസ്റ്റ്മോർട്ടം റിലേറ്റഡ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. ചില വാക്കുകൾ മറന്നു പോകുന്നു, ചില പാസ്വേഡ് മറന്നു പോകുന്നു, അതൊക്കെ. അല്ലാണ്ട് മോളെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് മോളെ മിസ് ചെയ്യുന്നു, അങ്ങനെ ഇതുവരെ ടു ബി ഓണസ്റ്റ് എനിക്ക് ഞാൻ നല്ല എനിക്കറിയില്ല, അതിൻ്റെ ആ തിരക്ക് കാരണമായിരിക്കും. പക്ഷേ എനിക്ക് മോളെ എങ്ങനെ മിസ് ചെയ്യാറില്ല. കാരണം എനിക്ക് ഡീപ്പ് ഇൻസൈഡ് എനിക്ക് തോന്നുന്നതുകൊണ്ടായിരിക്കും മോൾ ഒരു സേഫ് സ്പേസിലാണ്, അച്ഛൻ്റെ കൂടെയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ മോളെപ്പറ്റി ബോധേഡാവാറില്ല ഞാൻ ജോലി ചെയ്യുമ്പോൾ. ആഞ്ചലിന്റെ കേസിലാണെങ്കിലോ വീട്, നാട്, അനീതി ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയാം. അനീതി ഇപ്പോഴല്ലേ വന്നേ? അതല്ലാണ്ട് എനിക്കിങ്ങനെ നാട്ടിൽ നിന്ന് പോയി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് കാലത്തേക്ക്. പിന്നെ വീട്ടിലെന്ന് പറയുമ്പം എന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ സേഫ് ആയിട്ടുണ്ട്, ഞാൻ ജീവനോട് ഉണ്ടെന്ന് അവർക്ക് അറിഞ്ഞാൽ മതി. എന്ന് മെസ്സേജ് അയക്കണം. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ഓക്കെയാണോ, വിളിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അറിഞ്ഞാൽ മതി അമ്മയ്ക്കും പപ്പയ്ക്കും അറിഞ്ഞാൽ മതി. അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എപ്പോഴേലൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ജസ്റ്റ് ഒരു ഓക്കെ അറിഞ്ഞാൽ മതി. ഓക്കെ ഇന്ന് ഡ്യൂട്ടി ആണോ, മെസ്സേജ് അയക്കുമ്പോൾ അന്ന് ഡ്യൂട്ടിയാണ്. അപ്പോൾ അവർക്ക് അറിയാം ഓക്കെ ഇന്നിപ്പോൾ വിളിക്കാൻ ടൈമില്ല. കാരണം അവിടെ ഇവിടെയും നല്ല ടൈം ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും, റഷ് എടുത്തായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴേക്കും അവർ കിടന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അവരെ വെയിറ്റ് ചെയ്യാൻ എക്സ്പെക്റ്റ് ആക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇടയിൽ ഒത്തിരി ടൈമും കിട്ടത്തില്ല, കുറച്ച് നേരം ലഞ്ച് ബ്രേക്കിന് കിട്ടത്തുള്ളൂ. അത് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് റഷ് ചെയ്ത് പോവും. അല്ലെങ്കിൽ ചിലപ്പോൾ വിളിക്കും, ലഞ്ച് ബ്രേക്കിന് ടൈമിൽ ഇടയ്ക്ക് വിളിക്കും. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒന്ന് വിളിച്ചാലും അവർ എണീറ്റിരിക്കുന്ന ടൈമായിരിക്കും. ഇതിൽ നേരത്തെ ചോദിച്ചത് തന്നെ ലൈക്ക് ഈ ഫങ്ഷൻസ് അല്ലെങ്കിൽ നാട്ടിലെ ഉത്സവങ്ങൾ അല്ലെങ്കിൽ പെരുന്നാളുകൾ, ആയിട്ടുള്ള കസിൻസിൻ്റെ കല്യാണമോ ബാപ്റ്റിസോ അങ്ങനത്തെ എന്തെങ്കിലും ഫങ്ഷൻസ് മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടുകാരോടുള്ള മൊമെന്റ്സ് മിസ് ചെയ്യുന്നു എന്നൊരു തോന്നൽ അതുണ്ട്. നാട്ടിലെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും അതൊക്കെ കാണുമ്പോൾ അതിനൊന്നും കൂടാൻ പറ്റില്ല എന്ന് ആലോചിച്ച് വിഷമമുണ്ട്. പിന്നെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയുടെ ഞങ്ങൾ അത്രയും ലൈക്ക് പപ്പയുടെ അമ്മയുടെയും ലൈക്ക് ക്ലോസ് ഫാമിലിയുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് നമ്മൾ ഒന്നില്ലെങ്കിൽ പോവും, അല്ലെങ്കിൽ അതനുസരിച്ച് അറേഞ്ച് ചെയ്യാറുള്ളൂ. അങ്ങനെ മിസ് അയ്യോ എന്ന് തോന്നിപ്പോയ സിറ്റുവേഷൻസ് ഒന്നുമില്ല. പക്ഷെ കാണുമ്പോൾ സന്തോഷമുണ്ട്, അല്ല ഒരു സങ്കടമുണ്ട്. അല്ല ഇതിപ്പോ കുറെ ആൾക്കാർ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു നേരത്തെ കുറച്ചാൾ മുന്നേ വരെയൊക്കെ കുറെ പേര് പറയും നാട്ടിലെ കാര്യങ്ങൾ മിസ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഫോമായി, നമ്മൾ അത്യാവശ്യം സർവൈവ് ലൈക്ക് നമ്മുടെ ഇപ്പോൾ ഓണം ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും വിഷു ആണെങ്കിലും എല്ലാം നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. കുറേയൊക്കെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നാട്ടിൽ അത്രയും ബെസ്റ്റായിരിക്കില്ല, എന്നാൽ പോലും
ആ മൊമെൻറ്റ്സ് ഇവിടെയും ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് നമുക്കത് വലിയ രീതിയിൽ മിസ്സാവാതെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഈ ഹോം സിക്നസ് സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകും. കാരണം അന്നൊരു ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ ഇപ്പം എനിക്ക് ഓഫുള്ള ദിവസങ്ങളിൽ ഞാൻ വീടിനെ പറ്റി ചിന്തിക്കാറില്ല. ഇപ്പം നാട്ടിലെ കേസ് വീട്ടിൽ വിളിക്കും, സമയമുള്ളപ്പോൾ വീട്ടുകാരെ വിളിക്കും. പക്ഷെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു സോഷ്യൽ ലൈഫ് ആയി ഇപ്പോൾ ഇവിടെ. ഇപ്പം നമുക്ക് നാട്ടിൽ ഞാൻ +2 വരെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ദിവസവും കൂട്ടുകാരെ 10 കൊല്ലം എൻ്റെ കൂടെ പഠിച്ചവരെ കൂട്ടുകാരെ വിളിച്ചായിരുന്നു ഞാൻ ചായ കുടിക്കാൻ പോകുന്നു, എല്ലാ ദിവസവും പുറത്ത് പോകുന്നു, അല്ല കളിക്കാൻ പോകുന്നു, വോളിബോൾ കളിക്കാൻ പോകുന്നു, എല്ലാം ഒരുമിച്ചായിരുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ കൂട്ടുകാർ ഇപ്പം അങ്ങനെയായി. ഇപ്പം നല്ല ഇപ്പം എന്താ പറയുക, ഫ്രണ്ട്സിൻ്റെ ഓബിയസ്ലി ആരെയൊക്കെ ഓഫ് ആയിരിക്കും. പിന്നെ അവരുടെ കൂടെ പുറത്ത് പോകും. അങ്ങനെ ആ ഒരു സോഷ്യൽ ലൈഫ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു അത്രയും മിസ്സാകത്തില്ല എന്ന് തോന്നുന്നു നാട്ടിൽ ലൈഫ്. പക്ഷെ ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സായിരുന്നു. ഐ മീൻ ആദ്യത്തെ 2 കൊല്ലം വൈകുന്നേരം നമ്മുടെ വൈകുന്നേരങ്ങളിൽ വൈകുന്നേരം ഒരു ചായക്കടയില്ല. ഞാൻ ആദ്യം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചായ കുടിക്കണം 350 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ മുതലാവാനാ? സ്റ്റുഡൻറ്റും കൂടെ അല്ലേ. അപ്പോൾ അത് ഭയങ്കര അതൊരു ഇതാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ വീട്ടിൽ വിളിക്കുന്ന ദിവസം ഞാൻ പറഞ്ഞ പോലെ ലോങ് ഡേ ആണ് ഞാൻ വിളിക്കത്തില്ല. ഈ ലഞ്ച് ബ്രേക്കിനിടയ്ക്ക് റഷാ, നൈറ്റാണ് തിരിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വിളിക്കാം. വീട്ടിൽ വന്നിട്ട് ഒന്ന് അപ്പോൾ തന്നെ ബെഡ് ഉറക്കം വരത്തില്ല. അപ്പോൾ ആ ഒരു നേരം വിളിച്ച് സമാധാനപ്പെടാം. പിന്നെ വൈകിട്ട് എണീക്കുന്ന നേരം നൈറ്റിന് പോകുന്നു. പിന്നെ പിറ്റേന്ന് സെയിം റിപ്പീറ്റ്. ഒരു കാര്യം കൂടെ ഉള്ളത്, ഒത്തിരി പേര് ഇപ്പോൾ സ്റ്റുഡൻസ് UK സ്റ്റുഡൻസിൻ്റെ ഒരു പാരഡൈസ് ആയിരുന്നു. ഇപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇപ്പോൾ വരുന്നവരിൽ ഒരു ഭൂരിഭാഗം പേരും നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. അങ്ങനെ വരാൻ നിൽക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാറുള്ളത്? അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നവരോട് എന്താ പറയാൻ തോന്നാറ്? പഠിക്കാൻ വരുന്നവരടുത്ത് പറയാൻ അത്യാവശ്യം ലൈക്ക് നല്ല ഭയങ്കര സുഖമായിരിക്കും എന്ന് വെച്ചിട്ട് ആരും വരണ്ട. ഞാൻ വന്നവർ അത്യാവശ്യം ബുദ്ധിമുട്ടുകളുണ്ട് നാട്ടിലത്തെ അത്രയും തന്നെ. പഠിക്കാൻ ഒത്തിരി ഇല്ലെങ്കിലും നമുക്ക് കുറേ കാര്യങ്ങളോട് ബാലൻസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ പറഞ്ഞവർ നാട്ടിൽ ഫാമിലിനെ ആയിട്ടുള്ളൊരു കോണ്ടാക്ട് എപ്പോഴും നാട്ടിലത്തെ മാറ്റത്തെ ഒരു ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈലേ അല്ല ഇവിടെ. ഇവിടെ നമ്മൾ തന്നെ കുക്ക് ചെയ്യണം. നമ്മൾ കുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നുമില്ല കഴിക്കാൻ, പട്ടിണിയാ. ഒപ്പം പ്ലേസ്മെൻ്റ് ഉണ്ട് ഇവിടെ. പ്ലേസ്മെൻ്റ് ഒന്നും പെയ്ഡല്ലാത്തതുകൊണ്ട് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമുക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്ലേസ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആഴ്ചയിലൊരു നമുക്ക് മണിക്കൂറനുസരിച്ച് നമുക്ക് തീർക്കേണ്ടത് പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഒരു 100 മണിക്കൂർ ഉണ്ടെന്ന് വിചാരിച്ചെങ്കിൽ ഒരാഴ്ചയിലൊരു 3-4 ഷിഫ്റ്റ് ചെയ്യണം. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് കാശ് വേണമെന്നുണ്ടെങ്കിൽ വേറെ പണിക്കും പോകണം പുറത്ത്. അപ്പോൾ അത് രണ്ടും കൂടിയും വരുമ്പോൾ അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആവും. അതും ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മുടെ ഫുഡും ബാക്കി ബേസിക് ലിവിങ് കാര്യങ്ങളൊക്കെ കൂടി കഴിഞ്ഞ് വരുമ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഇവിടെ പഠിക്കാൻ വരുന്നവരോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. കാരണം +2 കഴിഞ്ഞ് നമ്മൾ നഴ്സിംഗിന് പോകുമ്പോൾ നമ്മളെപ്പോഴും പാരൻസിൻ്റെ ആ ഒരു സൂപ്പർവിഷൻ തന്നെയാണ്. നമുക്ക് വേറൊന്നും അറിയണ്ട, നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒന്നും നമുക്ക് അറിയണ്ട. പക്ഷേ ഇവിടെ വരുന്നവർക്ക് അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇവിടെ വരുന്ന സ്റ്റുഡൻസിനെല്ലാവരും ഒരു റെസ്പെക്റ്റ് ഉണ്ട്. കാരണം അവരുടെ ആ ഒരു ചെറിയ ഒരു ഏജിൽ തന്നെ അവർ ഫിനാൻഷ്യലി സെക്യൂർ ആവണം, സ്റ്റേബിൾ ആവണം, അതിൻ്റെ കൂടെ അവർ പഠിക്കണം. അതിന് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ +2 കഴിഞ്ഞ് വന്ന, ഇപ്പം ഏഞ്ചലിനും +2 കഴിഞ്ഞ് വന്ന, ഇപ്പം ചിലർ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവരെ വെച്ച് അല്ലെ ഇപ്പം അപ്പോൾ ആ സ്റ്റേജ് വന്നാൽ പോലുള്ള പൈസ മാനേജ് ചെയ്യാൻ പഠിക്കും. അതൊരു വലിയ കാര്യമാണ് ലൈഫിൽ. അത് ഏറ്റവും നേരത്തെ പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കാര്യം. ഏറ്റവും പെട്ടെന്ന് പൈസ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ ഏറ്റവും ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ നാട്ടിലിപ്പോൾ നഴ്സിംഗ് പഠിക്കുന്നുണ്ട് 4 കൊല്ലം. ഞാൻ +2 കഴിഞ്ഞ് 4 കൊല്ലം ഇങ്ങനെ വീട്ടുകാരിങ്ങനെ പൈസ അയച്ചേര്, ഹോസ്റ്റൽ ഫീസ് അയച്ചേര്, കാര്യങ്ങളിങ്ങനെ ഞാനിങ്ങനെ അടിച്ച് പൊളിച്ചിടക്കും. പിന്നെ ഞാൻ പഠിക്കുന്നപ്പോഴാണ് ഞാൻ അപ്പം 22-23 വയസ്സാവുന്നു തൊട്ട് ഞാൻ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് എൽസ് പോയിട്ടൊക്കെ ആയിട്ട് ഒരു 2 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ 25-26 വയസ്സിൽ ഞാൻ പൈസ മാനേജ് ചെയ്യാൻ പഠിക്കുകയുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഞാൻ 18-19 വയസ്സിൽ പൈസ മാനേജ് ചെയ്യാൻ പഠിച്ചു. വേറെ വഴി ആർക്കും ഇല്ല. പൈസ മാനേജ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞ പോലെ തന്നെ സർവൈവ് ചെയ്യാൻ വേണ്ടി സെൽഫ് ഡിപ്പെൻഡന്റ് ആവേണ്ടി വരും. കുക്കിങ്ങും ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം ഞാൻ പൊതുവെ മടിയനാണ്. എന്നാൽ പോലും അല്ല അതാ പറഞ്ഞു. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഒരു രക്ഷയില്ല, വേറെ എവിടെ നിന്ന് കിട്ടത്തില്ല. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ കൂട്ടാൻ്റെ വീട്ടിൽ ചേർന്ന് ചെന്നാലും കുറച്ച് ചോറ് കിട്ടും. അല്ലെ ഏതെങ്കിലും ബന്ധുവിൻ്റെ വീട്ടിലേക്ക് വണ്ടി എടുത്ത് പോയാൽ വണ്ടി പെട്രോൾ ഉണ്ട് പോയി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. അല്ലെ ഹോട്ടലിൽ കയറിയാൽ ഇത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് വേറെ മാർഗ്ഗമില്ലാതെ വരും. മന്ത്ലി ഒരു ബഡ്ജറ്റിൽ സർവൈവ് ചെയ്തേ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പെട്ടുപോയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും മനുഷ്യന് സർവൈവൽ ഇൻസ്റ്റിങ്സ് കയറുമല്ലോ. ക്വാളിറ്റി ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങോട്ട് വരാം. ആ ക്വാളിറ്റി ഉണ്ടാവുന്നത് നല്ലതാ. അതെ, ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞാൻ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് ഈ ഒരു ഏജിൽ ഞാൻ ഇപ്പൊ നാട്ടിൽ നിന്നായിരുന്നു. ഒരു പക്ഷേ എന്നെ കൊണ്ട് ഇത്രയും മെച്ചോറിറ്റിയുടെ കാര്യം അല്ല, ഞാനിപ്പോ ഞാൻ ഇൻഡിപെൻഡന്റ്. എനിക്കിപ്പോ എന്നെ വേറെ ആൾ നോക്കിയില്ലെങ്കിൽ എനിക്ക് എന്നെ നോക്കാൻ അറിയാമെന്നുള്ള സ്റ്റേജിലുള്ളത്. നാട്ടിലാകുമ്പോൾ ഒബ്വിയസ്ലി പാരൻസിനാണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നിരുന്നൊരു സ്റ്റേജായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്നായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ ആയിപ്പോയാൻ.
ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ആരും ഇല്ലെങ്കിലും എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് വേണമെങ്കിൽ വേറെ ആളുടെ കാര്യം നോക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ അങ്ങനെ കുറച്ചേൽ എത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നമ്മളങ്ങനെ അങ്ങനെ യൂസ്ഡ് ആയി പോകും. ഒരു 22ാമത്തെ വയസ്സിൽ വീട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യമാണ്. വീട്ടിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് അല്ല, ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട് ലൈക്ക് എനിക്ക് നമ്മൾ തന്നെ മെച്ചുവേർഡായി നമ്മൾ തന്നെ ഓക്കെ ഐ എം ഡൂയിങ് സംതിങ് ഗുഡ് ഇൻ ലൈഫ് അല്ലെങ്കിൽ ഐ എം മേക്കിംഗ് എൻ ഇമ്പാക്ട് ഇൻ ലൈഫ് എന്ന് എനിക്ക് ചില മൊമെന്റ്സ് ഒക്കെ എന്ന് പറയുന്നത് വീട്ടിലേക്ക് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ പേരൻസിൻ്റെ അല്ലെങ്കിൽ സിബ്ലിങ്സിൻ്റെ ഒക്കെ സ്വപ്നങ്ങൾ നമ്മൾ കാരണം നടക്കുന്നു എന്നൊരു മൊമെന്റ് വരുമ്പം അതൊരു വലിയൊരു സംഭവമാണ്. നമുക്ക് ഇപ്പം എന്താ പറയുക, ഇപ്പം അഹങ്കാരമൊന്നും പറയില്ല. ഇപ്പം ഞാൻ വന്ന് 2 കൊല്ലത്തിനുള്ളിൽ നമ്മളൊരു പുതിയ ഫോൺ എടുത്തു. അത് ഏത് ഫോണും ആയിക്കോട്ടെ, അന്നത്തെ പുതിയൊരു ഫോൺ. പക്ഷെ നാട്ടിൽ നിന്ന് ഒരുപക്ഷെ അത് നടക്കില്ല. പക്ഷേ അത് കഴിഞ്ഞ് 1 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു കസിനോ എൻ്റെ ഒരു ചേട്ടനോ എനിക്ക് അതേ സാധനം അവരുടെ ഒരു ആഗ്രഹമായിരുന്ന സാധനം അന്നത്തെ പുതിയ ഇറങ്ങും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അത് ഒരു കാരണവശാലും ഞാൻ നാട്ടിൽ പഠിച്ചാലോ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്നു വിട്ട് എന്നാൽ പോലും അത് നടക്കത്തില്ല. അതൊരു വലിയൊരു സംഭവമാണ്. ഈ പേയുടെ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ദിവസത്തെ 2 ദിവസത്തെ ഷിഫ്റ്റിന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു ആഗ്രഹമുള്ളൊരു സാധനം 10,000, 20,000, 30,000 രൂപ ബഡ്ജറ്റുള്ള സാധനം 2 ദിവസം പണിക്ക് എക്സ്ട്രാ പോവുമോ, അല്ലെങ്കിൽ ഒരു ആവറേജ് 2 ദിവസം ഷിഫ്റ്റ് എടുത്താൽ നമുക്കത് മാനേജ് ചെയ്ത് പോവാം. പക്ഷെ അത് നാട്ടിൽ പഠിക്കുകയായിരുന്നെങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യുകയായിരുന്നെങ്കിലും ഒരിക്കലും നടക്കില്ല. ഇല്ല, ഞങ്ങളുടെ വർത്താനം മാത്രം കേട്ടിട്ട് ഒരാൾ പുറത്തുനിന്ന് വരരുത്. കാരണം ഇത് കുറേ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി സ്റ്റുഡൻറ് ലൈഫിൽ ഇത് നിങ്ങൾ സർവേ അല്ലെങ്കിൽ നിങ്ങളത് പഠിക്കാതെ ഇവിടെ വന്ന് ലൈഫ് നശിച്ചു പോയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളൊരു 4 വർഷം വന്നപ്പോൾ ഉള്ള ഒരു കേസ് അല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന കുറേ പേര് റീസിറ്റ് വന്ന ആൾക്കാർ പോലും ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈവൻ ജോലിക്കാണേലും ബാക്കി കാര്യങ്ങൾക്കാണേലും. ഞങ്ങളുടെ ഒരു ഭാഗ്യത്തിന് ഞങ്ങളുടെ ഒരു ഫേസ് ഞങ്ങൾക്ക് ഈസി ആയിരുന്നു. ഈവൻ ജോലി കിട്ടാനും കാര്യങ്ങളൊക്കത്തിനാണേലും ഞങ്ങൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത ഒരു എന്താ പറയുക ഒരു ഫേസ് ആയിരുന്നു അത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരാണെങ്കിൽ തന്നെ ഇങ്ങനെ ഇതൊന്നും കേട്ട് വരരുത്, അന്വേഷിക്കണം, റിസർച്ച് ചെയ്യണം, യൂണിവേഴ്സിറ്റിയും എല്ലാം അറിഞ്ഞ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇവിടെ ജോലിക്ക് സ്കോപ്പ് ഉണ്ടോ ആ സമയത്ത് അറിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ സേഫായി എന്ന് വിചാരിച്ചിട്ട് സേഫായെന്നല്ല, അത്യാവശ്യം പൈസ, അതായത് ഇപ്പം ഈ ഫീസ് വീട്ടുകാർക്ക്, അതായത് നിങ്ങൾക്ക് തിരിച്ച് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതൊരു വീട്ടുകാർക്ക് ഒരു ബാധ്യതയാകുകയല്ലെന്നുള്ളൊരു മാത്രം വരിക. സത്യമായിട്ടും പറഞ്ഞാൽ കുറച്ച് പണിയെടുക്കാൻ അതായത് ആ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് മൈൻഡ് സെറ്റ് ഉള്ളവർ വരിക. ഇപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിൽ പഠിച്ചാൽ മാക്സിമം ഒരു കടം വന്ന ഒരു 10 ലക്ഷം. രേഷ്മ ചേച്ചി പഠിച്ചപ്പം എത്ര നാളായി ഒരു 6 കൊല്ലം വേണോ? എന്നാലും എങ്ങനെയൊക്കെ വന്നാലും 4-5 ലക്ഷം രൂപയൊക്കെ ഒരു കോഴ്സിന് ഇപ്പൊ ഒരു മാക്സിമം ഒരു 10 ലക്ഷം രൂപ കടം വരുമായിരിക്കും. പക്ഷെ അതേ സാഹചര്യത്തിൽ അതേ 10 ലക്ഷം രൂപ കടം വീട്ടാനുള്ള ഒരു സംവിധാനമുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾ ഇവിടെ പഠിക്കാൻ വന്ന 50 ലക്ഷം രൂപ 60 ലക്ഷം രൂപയാവും. ഈ 50 ലക്ഷം രൂപ ഫീസ് മാത്രമാണ്. ഇത് നമ്മുടെ സ്റ്റുഡൻറ്റ് പാർട്ട് ടൈം വെച്ചിട്ട് നമ്മുടെ ചിലവ് മാനേജ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വന്ന് പെടുന്ന ഒരു സ്ഥലം, അല്ലെ നിങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒക്കെ സ്ഥലം നല്ല പണിയുള്ള സ്ഥലം. പക്ഷെ നിങ്ങൾ വന്നപ്പോഴത്തെ സാഹചര്യം മാറി. നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് വന്ന സമയത്ത് പാർട്ട് ടൈം ഇല്ല. നിങ്ങൾ 1 കൊല്ലത്തേക്ക് പാർട്ട് ടൈം. ഇപ്പം ഏഞ്ചലിൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം ഒരു 6 മാസം വന്നിട്ട് ഇപ്പോൾ എത്ര 6-7-8 മാസത്തോളമായി. ഇപ്പോഴാണ് പണിയൊക്കെ ആയി വരുന്നത്. അപ്പോൾ അത്രയും നാൾ വീട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നാട്ടിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പഠിക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 10 ലക്ഷം രൂപ കടം വരത്തുള്ളൂ. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പം. ഞങ്ങൾ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ജോലിക്ക് കയറാൻ പറ്റി. നാട്ടിൽ പഠിച്ചാൽ കുറച്ച് കുറച്ച് സമയം എടുക്കുമായിരിക്കും. എപ്പോഴാണ് ഇപ്പോൾ ബോർഡേഴ്സ് പലപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. പക്ഷേ എങ്കിൽ പോലും അതൊരു 50 ലക്ഷം രൂപയുടെ ഫൈനാൻഷ്യൽ ബേർഡിനേക്കാൾ എത്രയോ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. അത് ശരിയായിരിക്കും. അവരുടെ ഒരു വീട്ടുകാർക്ക് ഒരു ബേർഡനാക്കി വരായിരിക്കും. ഒരൊറ്റ ചോദ്യം കൂടെ എല്ലാവരോട് ചോദിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. സിമ്പിൾ ചോദ്യമാണ്. വാട്ട് മേക്സ് യു ഹാപ്പി ഇൻ UK ആസ് എ നേഴ്സ് അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ? അത് എന്താണ് UK ഇങ്ങനെ സർവൈവ് ചെയ്യുക? എന്തെങ്കിലും ഒരു നമുക്ക് ഞങ്ങളുടെ കോൺവെർസേഷൻ ഞങ്ങൾ എപ്പോഴും പറഞ്ഞതാണ്, പിടിച്ചു നിൽക്കാനായിട്ട് എന്തെങ്കിലും വേണമല്ലോ. എന്തെങ്കിലും ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ സർവൈവ് ചെയ്തു പോകുന്നത്. ചില സമയം അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസസ് നാട്ടിലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക അങ്ങനെയുള്ള അതല്ലാണ്ട് നമ്മൾ പേഴ്സണലി ഹാപ്പി ആക്കുന്ന വൈകുന്നേരങ്ങളിലൊക്കെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമെന്ന് വർക്ക് റിലേറ്റഡ് ആണോ അതോ പേഴ്സണലോ വർക്കോ എന്ത് UK ലൈഫ് എന്ത് ഹാപ്പി അല്ല സർവൈവ് ചെയ്യാൻ വേണ്ടി ഡ്രീം ബിഗ്. എനിക്ക് ഇപ്പോൾ എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു ACP ആവണം, ലൈക്ക് ഒരു അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീഷണർ ആവണം എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ വലിയൊരു ഡ്രീമാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച്. ഞാനിപ്പോൾ ഒരു 3 വർഷം ആവുന്നേ ഉള്ളൂ ജോലിക്ക് കയറിയിട്ട്. അപ്പോൾ
ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അപ്പം അതിന് ഒരു മോട്ടിവേഷൻ ഇപ്പം നന്നായിട്ട് തോന്നി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നുള്ള ഒരു കാര്യമാണ്, ആ ഒരു ഡ്രീമാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സർവൈവ് ചെയ്ത് നിൽക്കണം എന്ന് തോന്നുന്നത്. അല്ലാണ്ട് വാട്ട് മേക്സ് യു ഹാപ്പി എന്ന് ചോദിച്ചാൽ റിലേറ്റഡ് ടു വർക്കാണെങ്കിൽ പേഷ്യൻസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒത്തിരി പെയിനായിട്ട് കയറി വരുന്നൊരു പേഷ്യൻറ്റ് ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ബൈ താങ്ക് യു പറഞ്ഞ് പെയിൻ ഫ്രീ ആയി പോകുന്ന തിരിച്ച് കാണുമ്പോൾ അതൊരു സന്തോഷം. അതുപോലെ ഞാൻ ട്രീറ്റ് ചെയ്ത പേഷ്യൻസ് അത് ഈ ആദർശ് പറഞ്ഞ പോലെ തന്നെ ചില ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഇത്തിരി ഒരു 6-7 മണിക്കൂറൊക്കെ ഒരു പേഷ്യൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ എൻഡ് ടൈമിൽ അവർ കുറച്ചുകൂടെ ഒരു ബെറ്ററായി കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് പറയുമ്പോൾ, ചിലർ അവരുടെ ഏറ്റവും വേസ്റ്റ് മൊമെൻറ്റിലായിരിക്കും നമ്മുടെ അടുത്ത് കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ അവർ നമ്മുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും, ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ താങ്ക് യു ഫോർ ലിസണിങ് ടു മീ എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ചില സമയത്ത് പേഷ്യൻസ് അവരുടെ ഏറ്റവും വേസ്റ്റ് മൊമെൻറ്റിൽ അവർക്ക് മെമ്മറബിൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അവരുടെ മെമ്മറിയിൽ ഉണ്ടാവും നമ്മളെപ്പോഴെങ്കിലും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഡെലിവറിക്ക് കൂടുന്ന മിഡ് വൈഫിനെ ഞാൻ എന്നും ഓർക്കും. അതുപോലെ മെമ്മറീസ് പേഷ്യൻസിന് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതാണ് വർക്ക് ലൈഫിൽ എന്നെ ഹാപ്പി ആക്കുന്നത്. ആഞ്ചലിൻ്റെ കേസിലോ പ്രത്യേകിച്ച് ഇന്ന കാരണം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷെ ജനറലി എവറിത്തിങ് മേക്സ് മീ ഹാപ്പി. അങ്ങനെ അത് നല്ല ആറ്റിറ്റ്യൂഡ്, എവറിത്തിങ് മേക്സ് ലൈക്ക്. അപ്പോൾ പിന്നെ ഒരുപാട് ലൈക്ക് ഞാൻ കണ്ടിട്ടുള്ള കംപ്ലൈന്റ് ചെയ്യാനില്ല ലൈഫിൽ. ലൈക്ക് ഒരു റീസണും ഹാപ്പി ആക്കാനില്ലെങ്കിൽ വിഷമിക്കാൻ റീസൺ ഇല്ലാത്തതിനോട് ഹാപ്പി ആക്കാൻ ഒരു കോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, അല്ല എന്നെ സംബന്ധിച്ചിട്ട് ഐ എം ഹാപ്പി ഫോർ ദ റീസൺ ദാറ്റ് ഐ ഹാവ് ഗോട്ട് റിയലി ഗുഡ് പീപ്പിൾ അറൗണ്ട് മീ. അത് ഭയങ്കര അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഐ ഹാവ് ലൈക്ക് ഞാനിപ്പോൾ എൻ്റെ ചേട്ടനറിയാം ഞാൻ UK ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ അറിയാം, കാരണം നാട്ടിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ പ്രശ്നം ചേട്ടൻ ഇവിടെ വന്നപ്പം ചേട്ടൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ കണ്ടിട്ട് ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹി റിയലൈസ് ദാറ്റ് ഐ ഹാവ് ദ റൈറ്റ് പീപ്പിൾ അറൗണ്ട് മീ. ചേട്ടൻ അത് ചെയ്യുന്നത്. അതുകൊണ്ട് ചേട്ടൻ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സുമായിട്ട് ചേട്ടൻ കോൺടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം റൈറ്റ് പീപ്പിൾ അറൗണ്ട് യു എന്നുള്ളത് ഭയങ്കര ലക്കാണ്. മിക്കപ്പോഴും കിട്ടാൻ ഭയങ്കര പാടാണെന്ന് തോന്നുന്നു. അത് ശരിയാ, അത് ആ കാര്യത്തിൽ എസ്പെഷ്യലി പുറത്തെ നാടുകളിൽ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അത് ആ കാര്യത്തിൽ ഞാൻ എപ്പോഴും വീട്ടിലാണേലും അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയും, ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാ. കൂടെയുള്ള ആൾക്കാർ ലൈക്ക് ആവശ്യം ചോദിക്കാണ്ട് കണ്ടറിഞ്ഞ് കുറെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരൊക്കെ ഇതൊന്നും പറയല്ല നീ പോഡ്കാസ്റ്റില്. അല്ല, അതന്നെ വലിയ കാര്യം. കൂടെ ആൾക്കാരുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ആൾക്കാരായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ചുറ്റും ആൾക്കാരുള്ളതിലും വലിയൊരു ബ്ലെസ്സിങ് വേറെ ഒന്നും കിട്ടാനില്ല എന്നുള്ളതാണ്. ഞാനും ഡെലിവറി കഴിഞ്ഞിരുന്ന സമയത്തും വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ അവർക്ക് ചെയ്യും, ആ പിള്ളേർക്ക് വരാറില്ലേ, അവർക്ക് വരാറില്ലേ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇത്രയും ഈ ഒരു ടോപ്പിക്കിലേക്ക് വന്നതുകൊണ്ട് ഈ ഒരു പോഡ്കാസ്റ്റിനാണല്ലോ എൻ്റെ സ്വപ്നം. ലൈക്ക് ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സിനോടാണ്. എൻ്റെ ഒരു ആഗ്രഹങ്ങളെല്ലാം വരുന്നത് അവരുള്ളതുകൊണ്ടാണ് ഈ പോഡ്കാസ്റ്റ് നടക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നതെല്ലാം ഫ്രണ്ട്സാണ്. ഇവരാരും എന്താ പറയുക, ഒരു ഇൻകത്തിന് വേണ്ടോ അല്ലെങ്കിൽ സാലറി അങ്ങനെയൊന്നുമില്ല. ഇവരെല്ലാം ഇതിൻ്റെ ഒരു ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ അടുത്ത് പറയാറുണ്ട്, എനിക്ക് തന്നെ ഒന്നും താല്പര്യമില്ല. എനിക്ക് എപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് ചെയ്യാനാണ് ഇഷ്ടം. അത് ഒരു ഗ്രൂപ്പിൻ്റെ സ്വപ്നമായി കണ്ട് വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ഫ്രണ്ട്സാണ് എന്നെ ആക്ച്വലി UK സർവൈവ് ചെയ്യാൻ നോക്കുന്നത്, സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആദർശിൻ്റെ സെയിം ക്വസ്റ്റ്യൻ, വാട്ട് മേക്സ് എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആ ലൈഫിൽ. അതായത് ഇപ്പം എൻ്റെ കൂടെയുള്ള കൂട്ടുകാരായാലും ഇപ്പം എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഞാൻ മടിയാണ് പൊതുവേ. അപ്പോൾ ഞാൻ ആ കൂടെ ഉണ്ടാക്കുന്ന മുട്ട പൊരിക്കുക, സോസ ഉണ്ടാക്കുക. എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഏഞ്ചലിൻ്റെ അടുത്തേക്ക് പോയാലും ഇപ്പോൾ ഗ്യാവൻ്റെ അടുത്ത് വന്നാലും ആരെങ്കിലും ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വന്നാലും എന്തെങ്കിലും കാണും, ഫുഡ് കാണും. അപ്പം എല്ലാത്തിനും ഗ്രേറ്റ്ഫുള്ളാണ്. ഇപ്പോൾ പൈസയ്ക്ക് ഇപ്പം കാശിന് പഞ്ഞം വരുന്നില്ല. എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്കൊരു വീട്ടുകാർ കാശിന് ആവശ്യം വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയച്ചു കൊടുക്കാനുള്ള പൈസ ഉണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോകണം, യാത്ര ചെയ്യാണ്ട് അതിനുള്ള പൈസയുണ്ട്. ഇപ്പം എൻ്റെ ചേട്ടൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള അതിനുള്ള പൈസയുണ്ട്. നമുക്ക് ലൈഫിൽ എല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഒരു സങ്കടമോ പരാതിയോ ഒന്നുമില്ല. പിന്നെ ഡ്രീംസ് ഉണ്ട്, ഉറപ്പായിട്ടും ഡ്രീംസ് ഉണ്ട്. അതായത് ലൈഫിൽ കരിയർ ഡ്രീംസ് ഉണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ എത്തിപ്പെടണം, എങ്ങനെ എത്തിപ്പെടണം എന്നൊക്കെ കുറേ കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ആഗ്രഹങ്ങൾ കുറേ ഉണ്ട്. അതിനോടായിട്ട് വർക്കും ചെയ്യുന്നുണ്ട് ഓൺ ദി ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഇവിടെ നാട്ടിലുണ്ടായിരിക്കും ഒബ്വിയസ്ലി. ഒരു കാര്യം നോട്ട് ചെയ്തത്, എവിടെ കയറി ചെന്നാലും ആൾക്കാർ ആദ്യം ചോദിക്കുന്നത് കഴിച്ചോന്നായിരിക്കും ചോദിക്കുന്നത്. ഇവിടെ വയസ്സിൽ അറിഞ്ഞേണ്ട ആൾ കഴിച്ചോന്നാണ് ചോദിക്കുന്നത്. എനിക്കൊരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ നമ്മളൊക്കെ സിംഗിളായി കുറച്ചുകൂടി സിംഗിൾ ആയതുകൊണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്ന് ബാക്കിയുള്ളവർക്ക് അറിയാവുന്നതാണ്. നമുക്ക് മനസ്സിലാകും, കാരണം നമ്മൾ സ്റ്റുഡൻ്റ് ആയിരുന്നു, നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ആയാലും തന്നെ. അപ്പോൾ അത് ഉറപ്പായിട്ട് ഇവരെല്ലാം അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലാവുമെന്ന് തോന്നുന്നു ഒരു പോയിന്റ് വരെ. കഴിച്ചോന്ന് ചോദിക്കും ആദ്യം എല്ലാവരും. എടുത്ത് കഴിക്കുകയും ചെയ്യും. ഫോർമാലിറ്റിക്ക് ചോദിച്ചാണേലും നമ്മൾ പറയും വിശക്കുന്നുണ്ട്, ഫുഡ് പോയി എടുത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പോയി എടുക്കും. നവീൻ കാർഡ് കൊടുക്കാന്ന് പറഞ്ഞു അവനോട്. ഞാൻ പറഞ്ഞു കാർഡ് ഇങ്ങ് എടുക്കാൻ പറഞ്ഞില്ലേ അവൻ.
നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. നമ്മൾ ആ കോൺവെർസേഷൻ എൻഡ് ചെയ്യാണ്. ഇതിൽ ചേച്ചി പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്, അവരുടെ ഒരു, അതായത് നിങ്ങളുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര നിങ്ങളോട് ബഹുമാനം തോന്നിയ കാര്യം ചേച്ചി ഇപ്പോൾ പറഞ്ഞതാണ്. ലൈക്ക് ആൾക്കാരുടെ വേസ്റ്റ് മൊമെന്റ്സിലായിരിക്കും, ബെസ്റ്റ് മൊമെന്റ്സിലല്ല നിങ്ങൾ എക്സെപ്റ്റ് പ്രഗ്നൻസി ടൈമിലൊക്കെ മേ ബി കൊച്ചുണ്ടാകുന്ന ബെസ്റ്റ് മൊമെന്റ്സ്, അതല്ലാണ്ട് ബാക്കി എല്ലാ ഹോസ്പിറ്റൽ മൊമെന്റ്സും ഒരു രീതിയിൽ നാച്ചുറൽ, അതൊരു നാച്ചുറൽ. പക്ഷേ അല്ലാണ്ട് ഇപ്പോൾ ഒരു സ്ട്രോക്ക്, ഒരു ഹാർട്ട് അറ്റാക്ക്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മുടെ കൂടെ വരുമ്പോൾ ആ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണെങ്കിലും അവർ നമ്മുടെ കൈ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുന്ന് കരയുമ്പോൾ നമ്മൾ വല്ലാണ്ട് ഇമോഷണൽ ആയിപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ. എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ഇവിടെ ഒരാൾ, ഒരു ബെസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം. അതിപ്പോൾ നമ്മുടെ ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിച്ച് നോക്കിയാലും നമുക്ക് ഇപ്പം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വല്ലാണ്ട് ക്രിട്ടിക്കലായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ആ ഒരു മെമ്മറി എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. എൻ്റെ വലിയച്ഛനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ ഒരു മെമ്മറി. അപ്പോൾ അവിടെ നിന്ന് ആ നഴ്സുമാർ എങ്ങനെ എന്നോട് ബിഹേവ് ചെയ്തെന്നുള്ളത് ഇപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. അവർ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തേ ബൈ ദ വേ. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, അപ്പം എല്ലാ പേഷ്യൻസിനും അവരുടെ മൈൻഡിൽ ആരുടെയൊക്കെയോ മൈൻഡിൽ നമ്മളുണ്ടാവും. അത് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ വോസ്റ്റ് കേസിൽ അവരുടെ വോസ്റ്റ് കേസിനെ കുറച്ചെങ്കിലും ബെറ്റർ ആക്കാൻ ട്രൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഇവർ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഇവർ. അപ്പം നിങ്ങളുടെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും അൺമ്യൂട്ടഡ് ലൈഫിൽ കോൺവെർസേഷൻസ് ഉണ്ടാവും. അടുത്ത കോൺവെർസേഷൻ ഉണ്ടാകുന്നവരെ അടുത്ത എപ്പിസോഡിന് വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ ടുഡേ.